ഹലോ മച്ചന്മാരെ, എല്ലാവർക്കും ഏറ്റവും പുതിയൊരു മൂവി അപ്ഡേറ്റ് സാധാരണ നമ്മൾ പറയാൻ വേണ്ടി പോകും. നമ്മുടെ പതിവ് പോലെ തന്നെ പുതിയൊരു ആഴ്ചയും കടന്നു വരികയാണ്. അപ്പോൾ ഈ ആഴ്ച റിലീസ് ചെയ്യാൻ വേണ്ടി പോകുന്ന മൂവികൾ ഏതൊക്കെയാണ് നമ്മൾ സംസാരിക്കാൻ വേണ്ടി പോകുന്നത്. ഇന്നേ ദിവസം വരെ ചിത്രങ്ങൾ അപ്ഡേറ്റ് മാത്രമേ ഇതിൽ ഉണ്ടായിരിക്കുള്ളൂ. കാരണം നമുക്ക് ചില ചിത്രങ്ങൾ ഇപ്പോൾ പോസ്റ്റ്പോൺ ചെയ്തേക്കാം, അല്ലെങ്കിൽ പുതിയ ചിത്രം ഏടായി വന്നേക്കാം. അത് ആദ്യം തന്നെ ഒരു ക്ഷമ ചോദിച്ചാണ് നമ്മൾ ഈ വീഡിയോ തുടങ്ങാൻ വേണ്ടി പോകുന്നത്. നമ്മൾ പറഞ്ഞ പോലെ തന്നെ 2024 മലയാള സിനിമയുടെ ഒരു ഇൻഡസ്ട്രി ഹിറ്റ് വർഷം തന്നെയായിരുന്നു. കാരണം നമ്മൾ ഒട്ടും തന്നെ പ്രതീക്ഷിക്കാതെ വന്ന ചിത്രങ്ങളെല്ലാം വൻ വിജയമായി മാറിക്കൊണ്ടിരിക്കുന്നു. എല്ലാ ചിത്രങ്ങളും പോസിറ്റീവ് റെസ്പോൺസ്. ഏകദേശം 100 ചിത്രങ്ങൾ ഇറങ്ങിക്കഴിഞ്ഞാൽ പോലും ഏകദേശം ഒരു 90% ചിത്രങ്ങൾക്കും വൻ വിജയം തന്നെയാണ് സൃഷ്ടിച്ചത്. ഉദാഹരണമാണ് പറഞ്ഞിട്ടുള്ളത്. അത്ര ചിത്രങ്ങളൊന്നും റിലീസ് ചെയ്തിട്ടില്ല. ഓക്കെ, അപ്പോൾ നമ്മുടെ ഫെബ്രുവരി മാസം ബ്രഹ്മകം തൊട്ട് അവസാനം ഇറങ്ങിയ ദിലീപിൻ്റെ പവി കെയർടേക്കർ വരെയും വൻ വിജയവും അല്ലെങ്കിൽ മോശമില്ലാത്ത അഭിപ്രായമായിട്ട് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. ബ്രഹ്മത്തിൻ്റെ അവസരം നമ്മുടെ സാക്ഷാൽ മമ്മൂക്ക വന്ന് ഞെട്ടിച്ച് കളഞ്ഞ ചിത്രം തന്നെ ബ്രഹ്മയുഗം എന്ന് പറഞ്ഞ ചിത്രം. അതുപോലെ തന്നെ പ്രേമലു, അതുപോലെ തന്നെ മഞ്ഞുമൽ ബോയ്സും ആവേശവും, അതുപോലെ തന്നെ അന്വേഷണം കണ്ടെത്തവും ആട്ടവും എല്ലാം ഇറങ്ങി നമ്മൾ കണ്ട് ശീലിച്ച് വളർന്ന മലയാളി തന്നെയാണ്. അതിനിടയ്ക്ക് അവസരമായി പവി കെയർടേക്കർ പോലും നല്ലൊരു അഭിപ്രായമായിട്ട് മുന്നോട്ട് പോകുന്നുണ്ട്. കാരണം ചിത്രം കണ്ടപ്പോൾ യാതൊരു പ്രതീക്ഷയും ഇല്ലാതെയാണ് ഞാൻ ആ ചിത്രത്തിന് ടിക്കറ്റ് എടുത്തെങ്കിൽ പോലും, കാരണം എന്നെപ്പോലും മാറ്റിമറിച്ച് ഒരു അല്പം ആശ്വാസം നൽകിയ ചിത്രം തന്നെയായിരുന്നു പവി കെയർടേക്കർ എന്ന് പറഞ്ഞിട്ടുള്ള മൂവി. അപ്പോൾ എന്തായാലും ആ മൂവികളെല്ലാം ഏകദേശം കട്ട് ചെയ്തു. അതിനെ മാറ്റി നിർത്തിയ വർഷങ്ങൾക്ക് ശേഷം ഒക്കെ ഏകദേശം എല്ലാം കൂടിയിട്ട് ഏകദേശം 800 കോടി മുകളിലാണ് നമ്മുടെ ഈ 3 മാസത്തിനിടയിൽ മലയാളം ഇൻഡസ്ട്രി കളക്ട് ചെയ്തത്. ഏകദേശം 100 കോടിയും വർഷം ശേഷം ഏകദേശം 75 കോടി കളക്ട് ചെയ്തു. അപ്പോൾ അത്രയേറെ മലയാള സിനിമയുടെ സ്കോപ്പിൽ നിൽക്കുന്ന ഒരു വർഷവും മാസമൊക്കെ മാറിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അതിൻ്റെ ഇടയ്ക്ക് നമ്മുടെ മെയ് മാസം എന്ന് പറയുന്ന പുതിയ റിലീസുകൾ കാത്തിരിക്കുന്നുണ്ട്. അതിൻ്റെ ഇടയ്ക്കും വൻ വിജയവും ഒക്കെ ആയിട്ട് വരുന്ന ചിത്രങ്ങളായിരിക്കും മെയ് മാസം എന്ന് ആശംസിച്ചുകൊണ്ടാണ് നമ്മൾ ഈ ആഴ്ചയിലെ റിലീസ് ചിത്രങ്ങളൊക്കെ പറയാൻ വേണ്ടി പോകുന്നത്. അപ്പോൾ ഈ ആഴ്ച റിലീസ് ചിത്രങ്ങൾ ഏത് നോക്കിക്കഴിഞ്ഞാൽ നമ്മുടെ ഈ ആഴ്ച റിലീസ് ചെയ്യാൻ വേണ്ടി ചിത്രം മെയ് 1-ാം തീയതിയാണ്. മെയ് 1 ബുധനാഴ്ച മലയാള സിനിമ ചരിത്രത്തിൽ ബുധനാഴ്ച ചിത്രം റിലീസ് ചെയ്യാൻ വേണ്ടി പോവാണ്. മലയാളി ഫ്രം ഇന്ത്യ എന്നാണ് മൂവിയുടെ പേര്. DJ ജസ് ആൻ്റണി ഡയറക്ഷൻ ചെയ്തിട്ടുള്ള മുൻ ജനഗണമന ആയിരുന്നു. അപ്പോൾ ആ ഹിറ്റിൽ നിൽക്കുന്ന സമയത്ത് നിവിൻ പോളി വെച്ചിട്ട് ചിത്രം ചെയ്യാൻ വേണ്ടി പോകുന്നത്. നിവിൻ പോളി, ജാൻ ശ്രീനിവാസൻ, അൻസര രാജൻ, മഞ്ജു പിള്ള തുടങ്ങിയവരൊക്കെയാണ് പ്രധാനമായിട്ടും കാസ്റ്റിങ്ങിന് വന്നിട്ടുള്ളത്. ഏറ്റവും വലിയ പ്രത്യേകത ഇതിൻ്റെ ഒരു ടീസറോ ട്രെയിലറോ പോലും ഇറങ്ങിയിട്ടില്ല. ഒരു പ്രൊമോ സോങ്ങും ഒക്കെ ഇറങ്ങിയിരുന്നു, പ്രൊമോ ടീസർ എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ യാതൊരു ഐഡിയ ഇല്ലെങ്കിൽ പോലും നമുക്ക് പോസ്റ്റേഴ്സ് കണ്ടറിയാൻ വേണ്ടി കോമഡി ട്രാക്ക് മൂവിയാണ്, അതിൽ കൂടുതലൊന്നും പ്രതീക്ഷിക്കാനില്ലാതെ തന്നെ അവർ തന്നെ പറയുന്നുണ്ട്. എന്തായാലും നിവിൻ പോളി എന്ന് പറയുന്ന നടൻ്റെ ഗംഭീരമായി തിരിച്ചറിവുകളാണ് എന്ന് ആരാധകരും എല്ലാവരും കാത്തിരിക്കുന്ന മൂവി തന്നെയാണ് മലയാളി ഫ്രം ഇന്ത്യ. അപ്പോൾ ഞാൻ അടക്കം കാത്തിരിക്കുന്നുണ്ട് ചിത്രത്തിന് വേണ്ടിയിട്ട്. കാരണം നല്ലൊരു കോമഡീസൊക്കെ നമുക്ക് എന്തായാലും പ്രതീക്ഷിക്കാൻ ചാൻസ് ഉള്ള മൂവി തന്നെയാണ്. അതുപോലെ തന്നെ മെയ് 3-ാം തീയതി റിലീസ് ചെയ്യുന്ന മറ്റൊരു മൂവി നടികർ എന്നാണ് മൂവിയുടെ പേര്. ലാൽ ജൂനിയർ ഇതിന് ഡയറക്ഷൻ ചെയ്യാൻ വേണ്ടി പോകുന്നത്. ഐ ആം ടോണി, അതുപോലെ തന്നെ ഡ്രൈവ് ലൈസൻസ് ഇതിന് ശേഷം ലാൽ ജൂനിയർ ഡയറക്ഷൻ ചെയ്യുന്ന മൂവിയാണിത്. ജീൻ പോൾ ലാൽ. ഇതിൻ്റെ കാസ്റ്റ് നോക്കി കഴിഞ്ഞാൽ ടോബിനോ തോമസ്, ഭാവന, അതുപോലെ സുരേഷ് കൃഷ്ണ, സോബിൻ താഹിർ, അതുപോലെ തന്നെ ബാലു വർഗീസ്, രഞ്ജിത്ത് തുടങ്ങിയവർക്ക് പ്രധാനമായും കാസ്റ്റിംഗ് 7 ട്രെയിലറിൽ വന്നിട്ടുള്ളൂ. അപ്പോൾ ഇത്രയേറെ താരങ്ങൾക്കുള്ള ചിത്രമാണ് നടികർ. അപ്പോൾ നടികർ എന്ന് പറയുമ്പോൾ ഒരു സിനിമയുമായി ബന്ധപ്പെട്ടുള്ള ഒരു നടൻ്റെ കഥയാണ്. ഒരു സെലിബ്രിറ്റി ജീവിതത്തിൽ സംഭവിക്കുന്ന കാര്യങ്ങളൊക്കെ ആയിരിക്കും മുന്നോട്ട് പോകുന്നത്. ഒരു കോമഡി രൂപത്തിൽ അവതരിപ്പിക്കാൻ ശ്രമിക്കുന്നുണ്ട്. മെയ് 3-ാം തീയതി റിലീസ് ചെയ്യാൻ വേണ്ടി പോകുന്നത്. അതുപോലെ തന്നെ മെയ് 3 റിലീസ് ചെയ്യാൻ വേണ്ടി മറ്റൊരു മൂവിയാണ് അരമനെ 4 എന്നാണ് മൂവിയുടെ പേര്. സുന്ദർ സി, അതുപോലെ റാഷി ഖന്ന, അതുപോലെ തമന്ന ബാട്ടെ തുടങ്ങിയവർക്ക് പ്രധാന കാസ്റ്റിംഗായി വന്നിട്ടുള്ളത്. അരമന 4 ഒരു തമിഴ് മൂവിയാണ്. എന്താണ് അവസ്ഥ എന്ന് യാതൊരു പിടുത്തവും എനിക്ക് കിട്ടുന്നില്ല. കാരണം എനിക്ക് ട്രെയിലർ ടീസർ യാതൊരു പ്രതീക്ഷയും ഒന്നും നൽകുന്നില്ല. കാരണം ഞാൻ ഒട്ടും തന്നെ ഈ അരമന സീരീസിൽ എനിക്ക് വലിയ താല്പര്യമുള്ള കാര്യമൊന്നുമല്ല. എങ്കിൽ പോലും റിലീസ് ചെയ്യുന്ന മൂവിയുടെ പേരിൽ എടുത്തു പറഞ്ഞതെന്ന് മാത്രമേ ഉള്ളൂ. അപ്പോൾ ഇത്ര മൂവികളാണ് ഈ ആഴ്ച റിലീസ് ചെയ്യാൻ വേണ്ടി പോകുന്നത്. അപ്പോൾ ഇതിൽ ഏതൊക്കെ വേണ്ടിയാണ് നിങ്ങൾ വെയിറ്റിംഗ് എന്ന് കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. അത് നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ സപ്പോർട്ട് ചെയ്യുക. ഞാൻ എന്തായാലും നമ്മുടെ നടികർക്കും മലയാളി ഫ്രം ഇന്ത്യക്കും വേണ്ടി വെയിറ്റിംഗ് തന്നെയാണ്. ആ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ സപ്പോർട്ട് ചെയ്യുക. ബൈ ബൈ ഫ്രണ്ട്സ്.